ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഉഷാറായിട്ടിരിക്കുകയല്ലേ? അപ്പം മാത്സിലെ ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് എൻ്റെ കുട്ടികൾ ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ഇൻ റോസ് ആൻഡ് കോളംസ് അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? രണ്ട് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ മിസ് പഠിപ്പിച്ചിരുന്നു, എൻ്റെ കുട്ടികളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ഇന്ന് എത്തിയിട്ടുള്ളത് എന്താണെന്നറിയോ? ആ ഒരു ചാപ്റ്ററിലെ 2 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? മിസ്സിനൊപ്പം തന്നെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി. ഹൗ മെനി മെമ്പേഴ്സ്? ഓക്കെ, എത്ര അംഗങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്ലബ്ബാണ് നോക്കിയേ? ദ ഫാം ക്ലബ് മെമ്പേഴ്സ് വെയർ ഡിവൈഡഡ് ഇൻറ്റു 8 ഗ്രൂപ്പ്സ്. ഓക്കെ, then in each group there are 3 students from class 4 and 4 students from class 5. How many members are there in the club? Okay, അപ്പോൾ ഒരു ക്ലബിൻ്റെ കാര്യമാണ്, നമ്മുടെ ഫാം ക്ലബിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഫാം ക്ലബിലെ അംഗങ്ങളെ 8 ഗ്രൂപ്പുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ ഗ്രൂപ്പിലും 4ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളും പിന്നെ 5ാം ക്ലാസ്സിൽ നിന്ന് 4 കുട്ടികളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലബിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫാം ക്ലബ്ബ് ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ? നമ്മുടെ ഫാം ക്ലബിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഫാം ക്ലബിൽ ആകെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? എത്ര ഗ്രൂപ്പുകളായിട്ടാണ് നമ്മുടെ ഫാം ക്ലബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? 8 അല്ലേ? 8 ഗ്രൂപ്പായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ 8 ഗ്രൂപ്പുകളുണ്ട്, അതിലെ ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികൾ വീതം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്ലാസ് 3 എടുക്കുന്നു, ആദ്യം ക്ലാസ് 4 എടുക്കുക അല്ലേ? ഓക്കെ, ക്ലാസ് 4 എടുക്കുന്നു. ക്ലാസ് 4ൽ എത്രയുണ്ട്? ക്ലാസ് 4ൽ നിന്ന് 3 കുട്ടികളാണുള്ളത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് 5 എടുക്കാം. ക്ലാസ് 5ൽ നിന്നോ 4 കുട്ടികളാണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ ക്ലിയർ അല്ലേ? നോക്കിയേ, ഓരോ ഗ്രൂപ്പിലും 4ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളും 5ാം ക്ലാസ്സിൽ നിന്ന് 4 കുട്ടികളും ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഓരോ 8 ഗ്രൂപ്പുകളുണ്ട്, ആ ഓരോ ഗ്രൂപ്പിലും 4ാം ക്ലാസ്സിൽ നിന്നുള്ള 3 പേരും, ഓക്കെ, 4ാം ക്ലാസ്സിൽ നിന്നുള്ള 3 പേരും 5ാം ക്ലാസ്സിൽ നിന്നുള്ള 4 പേരും ഈ ഓരോ ഗ്രൂപ്പിലും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്, എത്ര അംഗങ്ങൾ ആ ഒരു ക്ലബിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ആൻസറിലോട്ട് എത്താൻ പറ്റും? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആകെ എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ സിമ്പിളായിട്ട്? 8 ഗ്രൂപ്പുകളുണ്ട്, അതിൽ ഒരു ഗ്രൂപ്പിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 8 ഗ്രൂപ്പിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഗ്രൂപ്പിൽ എന്തായാലും ക്ലാസ് 4ൽ നിന്ന് 3 പേരും ക്ലാസ് 5ൽ നിന്ന് 4 പേരും ഇല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? ആ ടോട്ടൽ ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 4 + 3 അല്ലേ? 4 + 3 ദാറ്റ് ഈസ് 7 എന്ന് കിട്ടും. ഓക്കെ, 7 അല്ലേ? ക്ലിയർ ആണോ? അപ്പം 4ാം ക്ലാസ്സിൽ നിന്ന് 3 പേരുണ്ട്, 5ാം ക്ലാസ്സിൽ നിന്ന് 4 പേരുണ്ട്. അപ്പം 4 × 3 7 പേരാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. അങ്ങനെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 8 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ മെമ്പേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ മെമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? 8 ഗ്രൂപ്പുകളാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, 8 ഗ്രൂപ്പുകളാണ് ടോട്ടൽ ഉള്ളത്. ആ ഓരോ ഗ്രൂപ്പിലും ഇപ്പോൾ എത്ര പേര് വീതമുണ്ട്? എത്ര കുട്ടികൾ വീതമുണ്ട്? 7 കുട്ടികൾ വീതമുണ്ട്. സോ എന്ത് ചെയ്താൽ മതി? 8 × 7 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ചിൽഡ്രൻ അല്ലേ, എത്ര സ്റ്റുഡൻസ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ട്, ആ ഒരു ക്ലബിൽ മൊത്തത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. സോ എന്ത് ചെയ്യാം? 7 × 8 എത്രയാണ് നമുക്ക് കിട്ടുക? 56 എന്ന് കിട്ടും അല്ലേ? 7 × 8 56. അപ്പോൾ 56 പേരാണ് ആ ഒരു ഫാം ക്ലബിലുള്ളത് എന്ന് കിട്ടിയില്ലേ? അപ്പോൾ അതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ക്ലബിൽ എത്ര അംഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതി കൊടുക്കാം. എത്ര അംഗങ്ങളാണുള്ളത്? 56 അംഗങ്ങളാണുള്ളത്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ക്ലബ്? എത്രയാണ്? 56 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തിരി നീണ്ട ക്വസ്റ്റ്യൻ ആണ് എന്നോർത്ത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്? സംശയിച്ച് അവിടെ നിൽക്കുകയൊന്നും ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി. ഹൗ മെനി സീഡ്സ്? ഓക്കെ, എത്ര വിത്തുകളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവം നമുക്ക് നോക്കാം അല്ലേ? എന്താണ്? ദ ഫാം ക്ലബ്
goat bitter gourd seeds from the Krishi Bhavan. Sana and Leda looked at packets they got. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ലനക്കുട്ടിയുടെയും ലതക്കുട്ടിയുടെയും സനക്കുട്ടിയുടെയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവർ കാര്യമായിട്ട് അവർക്ക് കിട്ടിയ വിത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആരൊക്കെയാണ്? നമ്മുടെ സനക്കുട്ടി, ലതക്കുട്ടി രണ്ടുപേരും എന്താണ്? കൃഷി ഭവനിൽ നിന്ന് ഫാം ക്ലബിൻ്റെ ഭാഗമായിട്ട് എന്ത് കിട്ടി? പാവയ്ക്ക വിത്തുകൾ ലഭിച്ചു. ഓക്കെ, എന്നിട്ടോ സനയും ലതയും എന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ പാക്കറ്റ്സ് നോക്കിക്കൊണ്ട് ഇവിടെ നിൽപ്പുണ്ടേ. നോക്കിയേ, സനക്കുട്ടി ലതക്കുട്ടി എന്ത് ചെയ്യാണ്? അവരുടെ കയ്യിൽ കിട്ടിയ പാക്കറ്റ്, എത്ര പാക്കറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുക. നോക്കിയേ, സനക്കുട്ടി പറയുന്നുണ്ട് ഐ ഹാവ് 12 പാക്കറ്റ്സ്. ഓക്കെ, സനക്കുട്ടി എന്താണ് പറഞ്ഞത്? എൻ്റെ കയ്യിൽ 12 പാക്കറ്റ് ഉണ്ട്. 12 പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സനക്കുട്ടി പറഞ്ഞു. ഓക്കെ, ദെൻ ലതക്കുട്ടി എന്താ പറഞ്ഞത്? ആൻഡ് ഐ ഹാവ് 16. എൻ്റെ കയ്യിൽ 16 പാക്കറ്റ് ഉണ്ട്. ഓക്കെ, ലതക്കുട്ടി പറഞ്ഞത് എന്താ? 16 പാക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാം അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കി. there are 4 seeds in each packet. ഓക്കെ, അപ്പോൾ ഓരോ പാക്കറ്റിലും 4 വിത്തുകൾ വീതം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പെൺകുട്ടിക്കും എത്ര വിത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലനക്കുട്ടിയും നമ്മുടെ സനക്കുട്ടിയും എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ എത്ര പാക്കറ്റ് ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കിയിട്ട് അവിടെ നിൽക്കുക. പക്ഷെ അവർക്ക് ടോട്ടൽ അതിൽ എത്ര വിത്തുകൾ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിച്ച് നോക്കണം. ലനക്കുട്ടിയുടെ കയ്യിൽ എത്ര വിത്ത് ടോട്ടൽ ഉണ്ട് ആൻഡ് സനക്കുട്ടിയുടെ കയ്യിലും എത്ര വിത്തുകൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും? നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഓരോ പാക്കറ്റിലും എത്ര വിത്തുകൾ വീതമുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്? 4 അല്ലേ? 4 സീഡ്സ് ആണ് ഓരോ പാക്കറ്റിലും ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിൽ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മുടെ സനക്കുട്ടിയുടെ കയ്യിൽ 12 പാക്കറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? 12 പാക്കറ്റ്. സോ 12 പാക്കറ്റ് ഉണ്ടതിൽ ഓരോ പാക്കറ്റിലും എത്ര എണ്ണം വീതം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 4 അല്ലേ? 4 സീഡ്സ് വീതം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്താൽ മതി? 12നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സനക്കുട്ടിയുടെ കയ്യിൽ ആകെ എത്ര വിത്തുകൾ ഉണ്ടെന്ന് കിട്ടും. ഇനി ലതക്കുട്ടിയുടെയോ? ലതക്കുട്ടിയുടെ കയ്യിൽ ആകെ 12 പാക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോറി, 16 പാക്കറ്റ്, 16 പാക്കറ്റ്സ് ഉണ്ടെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ലതക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ലതക്കുട്ടിയുടെയും ഓരോ പാക്കറ്റിലും എത്ര എണ്ണം വീതമുണ്ട്? 4 എണ്ണം വീതമുണ്ട്. സോ എന്ത് ചെയ്താൽ മതി? 16നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 16 × 4 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. എങ്ങനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം നോക്കിയേ. ഇവിടെ 12ഉം 4ഉം അവിടെ 16ഉം 4ഉം. അപ്പോൾ ആദ്യം നമുക്ക് 12നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 12, വേറൊരു കളർ എടുക്കാം മിസ്. ഓക്കെ, 12നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സനക്കുട്ടിയുടെ കയ്യിൽ എത്ര വിത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എൻ്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇവരൊരു 2 ഡിജിറ്റ് നമ്പറിനെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മിസ് പറഞ്ഞുതരാം. ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ 12ൽ 2 അക്കങ്ങളുണ്ട് അല്ലേ? 2 ഡിജിറ്റ് നമ്പറാണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡിജിറ്റിനെയും എന്ത് ചെയ്യണം? ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്ന ഈ നമ്പറിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ 2 അല്ലേ? 1സിൻ്റെ പ്ലേസിൽ 2 അല്ലേ കിടക്കുന്നത്? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 4 2s are 8 അല്ലേ? 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണെന്നറിയാം. അപ്പോൾ ആ 8 അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 4നെ തന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 4 × 1, 1 4s are 4. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെ. സോ 4 × 1 4. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 48 എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? എന്ത് ചെയ്താൽ മതി? ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ നമ്പർ കൊണ്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ നിന്നുമാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടത്. ആദ്യം 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 എഴുതി. ദെൻ 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 എഴുതി. സോ 48 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സനക്കുട്ടിക്ക് അല്ലേ? നമ്മുടെ സനക്കുട്ടിക്ക് ആകെ എത്ര വിത്തുകളാണ് ആളുടെ കയ്യിലുള്ളത്? 48 അല്ലേ? 48 സീഡ്സ് ആണ് നമ്മുടെ സനക്കുട്ടിയുടെ കയ്യിലുള്ളത് എന്ന് കിട്ടി. ഇനി നമുക്ക് ആരുടെയാണ്? ലതക്കുട്ടിയുടെ കിട്ടണം അല്ലേ? ലതക്കുട്ടിയുടെ കയ്യിൽ എത്ര പാക്കറ്റ്സ് ഉണ്ട്? 16 പാക്കറ്റ്സ് ഉണ്ട്. 16 പാക്കറ്റ് ഉണ്ട്. ആ ഓരോ പാക്കറ്റിലും 4 എണ്ണം വീതമുണ്ട്. സോ 16 × 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലതക്കുട്ടിയുടെയും കണ്ടുപിടിക്കാം.
ഓക്കെ, അപ്പോൾ ദാ ലത കുട്ടിയുടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 16നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 16നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എൻ്റെ കുട്ടികൾ ആൻസർ ഒന്ന് പറഞ്ഞേ. എന്ത് ചെയ്യണം? 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 4 കൊണ്ട് ആദ്യം 6നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. 4 × 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ ഈ 24 എന്ന് ഇവിടെ എഴുതി വെച്ചാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ 2 പേര് വന്നാൽ 2 ഡിജിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളെ, ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളെ മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, 4 × 6 എന്ന് പറഞ്ഞാൽ 24. 24ലെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളാരാണ്? 4 അല്ലേ? ആ 4 ഇവിടെ എഴുതി. ഇനി റിമൈൻഡർ ആയിട്ട് വേണം ഈ 2 എഴുതാൻ. ഈ റിമൈൻഡർ എവിടെ എഴുതണം? അടുത്ത പ്ലേസിൽ എഴുതണം. അതായത് ഈ 2 അടുത്ത പ്ലേസിൽ ഇതാ ഇവിടെ കൊണ്ട് എഴുതണം. ഓക്കെ, നമ്മൾ നോർമലി ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക? ശിഷ്ടം വന്നു കഴിഞ്ഞാൽ, റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്ലേസിൽ കൊണ്ട് എഴുതില്ലേ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24 കിട്ടി. 24ലെ റൈറ്റ് സൈഡിലുള്ള ആളല്ലേ 4 എന്ന് പറയുന്നതിന് ഇവിടെ എഴുതി. ദെൻ യൂണിറ്റ് പ്ലേസിൽ ഉള്ള ആളെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ അടുത്ത ആളെ ഇവിടെ എഴുതി. റിമൈൻഡർ ആയിട്ട് അടുത്ത പ്ലേസിലെ ആളുടെ കൂടെ മുകളിലായിട്ട് എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 1 × 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ നമുക്ക് കിട്ടും ഇല്ലേ? തീർന്നില്ല. ആ 4 ഇവിടെ ഓടിക്കൊണ്ട് എഴുതരുത്. കാരണം എന്താ? ദാ ഇവിടെ ഒരു റിമൈൻഡർ കിടപ്പുണ്ട്. ഈ റിമൈൻഡർ ആ ആൻസറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. എപ്പോഴും റിമൈൻഡർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വരും? 1 × 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ദെൻ ആ 4ൻ്റെ കൂടി 2 ആഡ് ചെയ്താൽ എന്താ? 4 + 2 എന്ന് പറഞ്ഞാൽ 4 × 2 6. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 64 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. ഈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ 16 × 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 16 × 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 24 നമുക്ക് കിട്ടി. ആ 24ലെ യൂണിറ്റ് പ്ലേസിലുള്ള ആളെ, ഓക്കെ, റൈറ്റ് സൈഡിലെ ആളെ എന്ത് ചെയ്തു? ഇവിടെ 4 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ബാക്കിയോ ലെഫ്റ്റ് സൈഡിലുള്ള ആൾ ഈ 2നെ നമ്മൾ എഴുതും എവിടെ? റിമൈൻഡർ ആയിട്ട് അടുത്ത പ്ലേസിൽ എഴുതും. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലേസിൽ അതിൻ്റെ ആൻസർ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ വരും നമ്മുടെ 2. ഇനി എന്ത് ചെയ്യണം? ഇനി നോർമലി 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 4നെ എന്ത് ചെയ്യണം? 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1 × 4 4 ആണ്. സോ ഇനി ഈ 4 കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുള്ള ഈ റിമൈൻഡർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. ഓക്കെ, സോ 1 × 4 4. 4 + 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 64 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എൻ്റെ കുട്ടികൾ എല്ലാവരും പഠിച്ചോ? ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 2 ഡിജിറ്റ് നമ്പറും ഒരു 1 ഡിജിറ്റ് നമ്പറും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എൻ്റെ കുട്ടികൾ പഠിച്ചോ? സോ നമ്മുടെ ആൻസർ എന്താണ്? 16 × 4 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആൻസർ ആയിട്ട് എന്ത് കിട്ടി? 64 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ആൻസർ ഇവിടെ എഴുതി കൊടുക്കാം, 64. ഓക്കെ, അപ്പോൾ നമ്മുടെ ലത കുട്ടിക്ക് എത്ര സീഡ്സ് ആണ് ടോട്ടൽ കിട്ടിയത്? 64 സീഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ലത കുട്ടിക്ക്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കുട്ടികൾക്ക് മിസ് ഹോംവർക്ക് ആയിട്ട് തരാം. നോക്കിയേ, 12 × 8. ഓക്കെ, 12നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുന്നത്? അപ്പോൾ മിസ് ഇപ്പോൾ പഠിപ്പിച്ച അതേ രീതിക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. വീഡിയോ യൂസ്ഫുൾ ആയാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.